വിഡ്ഢി ദിനത്തിൽ തന്നെ മുഖ്യമന്ത്രി 2011 മുതൽ 2016 വരെയുള്ള UDFിൻ്റെ ഭരണകാലത്തെ വികസന മുരടിപ്പിൻ്റെ പട്ടിക പുറത്തുവിട്ടു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി LDFും UDFും വികസനത്തിൻ്റെ പേരിൽ പരസ്പരം വാക്പോര് നടത്തിവരികയായിരുന്നു. പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ്. പരസ്യ സംവാദത്തിനു പോലും പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. പക്ഷേ ഫേസ്ബുക്കിലൂടെ സംവാദമാകാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതോടെ വീണ്ടും വികസനത്തിനെ ചൊല്ലിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളി തുടർന്നുകൊണ്ടേയിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ലോക വിഡ്ഢി ദിനത്തിൽ UDF കാലത്തെ വികസനത്തിൻ്റെ വലിയൊരു പട്ടിക എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തന്നെയും പക്ഷേ സംഭവിച്ചത് മുരടിപ്പിൻ്റെ പട്ടികയാണ് പുറത്തേക്ക് വിട്ടത്. വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് വാണിജ്യ മേഖലയിലും വിലക്കയറ്റം മുതൽ അങ്ങനെ തുടങ്ങുന്ന ഒരു നീണ്ട പട്ടിക. എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആ 5 വർഷം ഒരു വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നും വികസന മുരടിപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നതെന്നുമാണ് ആ പട്ടികയിൽ സൂചിപ്പിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്കാണ് സംസ്ഥാനം വലിയ തരത്തിലുള്ള വികസനത്തിൻ്റെ പാതയിലെത്തിയത്. അതിൻ്റെ തുടർച്ച ഇനിയും വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നും മുഖ്യമന്ത്രിയും LDFും പറയുന്നു. പക്ഷേ UDF ആകട്ടെ ഇപ്പോഴും, അതായത് കഴിഞ്ഞ 10 വർഷമായി ഗൗരവമായ തരത്തിലുള്ള ഒരു വികസനവും നടന്നിട്ടില്ല എന്ന വാദഗതിയാണ് ഉന്നയിക്കുന്നത്. അതിന് ചില കാര്യങ്ങളും അവർ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ആദ്യം അവർ ഉയർത്തിയത് പരസ്യ സംവാദമായിരുന്നു. പക്ഷേ ഇവിടെ മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ വികസനമുണ്ടായ മേഖലകളിൽ പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയാണ്. സാധാരണ സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ വരാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് സർക്കാർ സ്കൂളുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് നിറയുന്നു. കൃത്യമായ വിദ്യാഭ്യാസം നൽകാൻ കഴിയുന്നു. സമയത്ത് തന്നെ പാഠപുസ്തകങ്ങൾ നൽകാൻ കഴിയുന്നു. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പാഠപുസ്തകങ്ങൾ തയ്യാറാകുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ വികസനങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്ത് നടക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒപ്പം വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. വലിയ തരത്തിലുള്ള മഹാമാരികൾ സംസ്ഥാനത്തിന് നേരെ ഉണ്ടായിട്ടും അവയെല്ലാം നേരിടാനും അതിനപ്പുറത്തേക്ക് കടന്നു പോകാനുമൊക്കെ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത്. പക്ഷേ അതിനെയെല്ലാം എതിർത്തുകൊണ്ടുള്ള സ്വരമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് ഇനി വലിയ ദിവസങ്ങളൊന്നും ബാക്കിയില്ല. അതായത് പ്രചാരണം അവസാനിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വികസനത്തിൻ്റെ പേരിലുള്ള പോർവിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും പ്രധാനമായും എടുത്തു പറയുന്നത്, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന പല മേഖലകളിലും പ്രത്യേകിച്ചും തൊഴിൽ മേഖല അല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചാണ് UDF വലിയ തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. യുവാക്കൾക്ക് ഗണ്യമായ തരത്തിൽ തൊഴിൽ ലഭിക്കുന്നില്ല. മുണ്ടക്കയിലും ചൂരൽമലയിലും ദുരന്തമുണ്ടായവർക്ക് കൃത്യമായി അവരുടെ പുനരധിവാസം നടപ്പിലാക്കുന്നില്ല. അങ്ങനെ തുടങ്ങി നിരവധി പരാതികളാണ് UDF ഉന്നയിക്കുന്നതെങ്കിൽ കൃത്യമായ കണക്കുകൾ നിരത്തിയും രേഖകൾ മുന്നിലേക്ക് വെച്ചുമൊക്കെയാണ് LDF ഇതിനെയെല്ലാം ഖണ്ഡിച്ച് മുന്നോട്ട് പോകുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനിയും വികസനവുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. പ്രചരണത്തിൻ്റെ ആദ്യ നാളുകളിൽ വലിയ രീതിയിൽ ഉയർന്നു കേട്ടത് ഡീലായിരുന്നു. അതായത് SDP-യും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായുള്ള ചില ബന്ധങ്ങൾ, അതിനുമപ്പുറം BJP-യും CPM-ഉമായുള്ള ചില ബന്ധങ്ങൾ, BJP-യും കോൺഗ്രസുമായുള്ള ചില ബന്ധങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ഏകദേശം അടഞ്ഞ അധ്യായമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത് നടന്ന വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് നടക്കാതെ പോയ വികസന പ്രവർത്തനങ്ങളും, ഇത് രണ്ടും ഭരണപക്ഷവും പ്രതിപക്ഷവും കൃത്യമായി ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നു. ഇതെല്ലാം നിരത്തി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി ഇരു മുന്നണികളും തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിയും. എന്തായാലും വരും ദിവസങ്ങളിലും ഓരോ മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ തന്നെയായിരിക്കും മുഖ്യ ചർച്ചയാക്കുക. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന എല്ലാ യോഗങ്ങളിലും വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വികസന തുടർച്ചയുണ്ടായി എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദഗതി. എന്നാൽ അത് ശരിയല്ല എന്നാണ് തെളിവുകൾ നിരത്തി UDF മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും വികസനം വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നാളുകളിൽ.